ഹലോ എവരിവൺ, വെൽക്കം ടു ആസ്ക് ഐഎസ് ഫോർ ഡെയിലി ന്യൂസ് അനാലിസിസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3 ഡിസംബർ 2021 ന്യൂസുകളാണ്. ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. പൈക്ക റിബല്യൻ, സ്മാർട്ട് സിറ്റീസ് മിഷൻ, കാസ്റ്റ് സെൻസസ്, നെഗറ്റീവ് ലിസ്റ്റ് ആൻഡ് 4-pronged അപ്രോച്ച്. ഇങ്ങനെ ഒരു 5 ടോപ്പിക്സ് ആണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ടോപ്പിക് ആയിട്ടുള്ള പൈക്ക റിബല്യൻ GS പേപ്പർ 1 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ പാർട്ടായിട്ട് വരുന്ന ഒന്നാണ് പൈക്ക റിബല്യൻ എന്ന് പറയുന്നത്. ഈ അടുത്ത് യൂണിയൻ കൾച്ചർ മിനിസ്റ്റർ പറഞ്ഞ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്, പൈക്ക റിബല്യനെ NCERT ടെക്സ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. 8ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റിൽ ഉൾപ്പെടുത്താനാണ് ഈ പൈക്ക റിബല്യനെ പറ്റിയിട്ട് ഒരു കേസ് സ്റ്റഡി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈവൻ 1817 നടന്ന പൈക്ക റിബല്യൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, പല റീസൺസ് ഉണ്ട് അതിന്. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിനെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞില്ലെങ്കിലും അതിനെ ഒരു കേസ് സ്റ്റഡി എന്ന നിലയിൽ NCERT ടെക്സ്റ്റിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആരാണ് പൈക്കാസ്? പൈക്കാസ് എന്ന് പറയുന്നത് റെൻഡർ ചെയ്തിട്ടുള്ള മാർഷൽ സർവീസുകളെ, അതായത് റെന്റ് ഫ്രീ ലാൻഡിന് വേണ്ടിയിട്ട് മാർഷൽ സർവീസ് ചെയ്തിട്ടുള്ള 16th സെഞ്ചുറിയിൽ ഉണ്ടായിരുന്ന ഒഡീഷയിലെ ആൾക്കാരെയാണ് നമ്മൾ പൈക്കാസ് എന്ന് പറയുന്നത്. പിന്നീട് അവരുടെ ഫാമിലീസ് കണ്ടിന്യൂ ചെയ്തു വരുന്ന ആ ഒരു ഗ്രൂപ്പിനെ കംപ്ലീറ്റ് പൈക്കാസ് എന്നതിനാണ് വിളിക്കുന്നത്. അതായത് 16th സെഞ്ചുറി തൊട്ട് രാജാക്കന്മാർ എന്ത് ചെയ്തിരുന്നു, റെന്റ് ഫ്രീ ലാൻഡിന് വേണ്ടിയിട്ട് മാർഷൽ സർവീസിനുള്ള ആൾക്കാർ വെറൈറ്റി ഓഫ് സോഷ്യൽ ഗ്രൂപ്പിന് സെലക്ട് ചെയ്തിരുന്നു. അവരെയാണ് പൈക്കാസ് എന്ന് വിളിക്കുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള വാരിയേഴ്സ് ആണ് ലാൻഡ് ഓണിംഗ് മിലിഷ്യ ഓഫ് ഒഡീഷ. അവരെന്തായിട്ടാണ് കൂടുതലും വർക്ക് ചെയ്യുന്നത്? വാരിയേഴ്സ് ആയിട്ടാണ്. 1803 കാലഘട്ടത്തിൽ ഒഡീഷയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരുപാട് പ്ലേസസ് ഓവർറാൻ ചെയ്ത സമയത്ത് രാജാവ് ഖുദ്ര അദ്ദേഹത്തിന്റെ പ്രൈമസി നഷ്ടപ്പെട്ടു, അതുപോലെ തന്നെ പവറും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഈ പറഞ്ഞ പൈക്കാസിനും ഒരു ഡിക്ലൈൻ നേരിട്ടത്. ആ ഒരു ഡിക്ലൈൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ഈ റിബൽ ചെയ്തിട്ടുള്ളത്. ഇവരുടെ ഈ അഗ്രസീവ് അതുപോലെ തന്നെ വാർലൈക്ക് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഒരിക്കലും ബ്രിട്ടീഷിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് അവർ അതിന്റെ കീഴിൽ ഒരു കമ്മീഷൻ കൂടി, വാൾട്ടർ ഏവറിന്റെ ഒരു കമ്മീഷൻ കൂടി കൊണ്ടുവന്നിരുന്നു. അതിനുശേഷമാണ് ഇവർക്ക് ഈ പറയുന്ന റെന്റ് ഫ്രീ ലാൻഡ്സ് ഗ്രാൻഡ് ചെയ്ത് ഈ കമ്മീഷൻ എന്ത് ചെയ്തു, അവരുടെ ലാൻഡ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കാനും കാര്യങ്ങളും തുടങ്ങി. പക്ഷെ അത് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ല. അതിന്റെ സമയത്താണ് ബക്ഷി ജഗബന്ധു ഭിയാന്താർ, അതുപോലെ തന്നെ മുഹപത്ര ഭാമറായ് റായ്, ഹയസ്റ്റ് റാങ്കിങ് മിലിറ്ററി ജനറൽ ആണ്. കിങ് ഖോർദ മുകുന്ദിന്റെ ഹയസ്റ്റ് റാങ്കിങ് മിലിറ്ററി ജനറൽ ആണ് ബക്ഷി ജഗബന്ധു എന്ന് പറയുന്നത്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ പൈക്കാസിനോടെയും ഈ അപ്രൈസിങ്ങിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചതും ഇവരാണ്. അപ്പൊ അങ്ങനെ ഇവർ മൊത്തത്തിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ തീർച്ചയായിട്ടും റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെ റിവോൾട്ട് ഏകദേശം 1817 മെയ്യിലാണ് നടക്കുന്നത്. ജഗബന്ധു 1825 എന്ത് ചെയ്യുന്നുണ്ട്, സറണ്ടേർഡ് ചെയ്തോടുകൂടി ഈ പറയുന്ന ഒരു പൈക്ക റെബല്യൻ അവിടെ അവസാനിക്കാം. ഇതിനെ നാഷണൽ മൂവ്മെന്റ് ആണോ അല്ലെങ്കിൽ ഒരു പെസന്റ് റിബല്യൻ ആണോ എന്നുള്ള ചോദ്യം പലപ്പോഴും ഉയരാറുണ്ട്. പൈക്ക റിബല്യൻ എന്ന് പറയുന്ന പെസന്റ് റിബല്യൻ ആയിട്ടാണ് ഒരുവിധം ഹിസ്റ്റോറിക് ടെക്സ്റ്റുകളിലെല്ലാം പറയുന്നത്. കാരണം ബ്രിട്ടീഷ് ഇന്ത്യ എക്സ്പാൻഡ് ചെയ്തു, അവരുടെ മിലിറ്ററി എന്റർപ്രൈസിനെ എക്സ്പാൻഡ് ചെയ്തെങ്കിലും ഈ പറയുന്ന വർക്ക്, അവരുടെ മെയിൻ ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു, അവര് ഈ പറയുന്ന പെസൻസ് ആയിരുന്നു. ഇത് പെസന്റ് റിബല്യൻ ആണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഈവൻ അവർക്കൊരു നാഷണലിസ്റ്റ് നേച്ചർ ഉണ്ടായിരുന്നു എന്നുമാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മാർട്ട് സിറ്റീസ് മിഷൻ ആണ്. GS പേപ്പർ 1 പോപ്പുലേഷൻ ആൻഡ് അസോസിയേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ പോവർട്ടി അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇഷ്യൂസ്, അർബനൈസേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത്. സ്മാർട്ട് സിറ്റീസ് മിഷന് ആക്ച്വലി ഉണ്ടായിരുന്ന ഒരു ഡെഡ് ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കാലഘട്ടമാണ്, 2021 സമയത്തായിരുന്നു. പക്ഷേ കോവിഡ് കാരണം ഒരുപാട് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 100 സിറ്റീസിനും ജൂൺ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഡേറ്റ്സ്, കംപ്ലീഷൻ ഡേറ്റ്സ് കാര്യങ്ങളും നീതി ആയോഗിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്നാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2015 ലോഞ്ച് ചെയ്തൊരു മിഷനാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ എന്ന് പറയുന്നത്. അവര് 5 കൊല്ലം കൊണ്ട് ഈ മിഷന്റെ അണ്ടറിൽ സ്മാർട്ട് സിറ്റീസിനെ എക്സ്പെക്ട് ചെയ്യാണ് 2021 കംപ്ലീറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് സിറ്റിയിലുള്ള എല്ലാ ഫങ്ഷൻസും അതുപോലെ തന്നെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ തീർച്ചയായും അവിടെ താമസിക്കുന്ന സിറ്റിസൺസിന്റെ ലൈഫിന്റെ ക്വാളിറ്റി കൂട്ടുക എന്നുള്ളതാണ് ഈ പറഞ്ഞ സ്മാർട്ട് സിറ്റീസ് മിഷൻ കൊണ്ട് ഉദ്ദേശം. മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണ്. സ്മാർട്ട് സിറ്റി ഫോക്കസ് ചെയ്യുന്ന 4 കാര്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ,
ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻക്ലൂഡിങ് ഗവർണൻസ്, അതുപോലെ തന്നെ എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ. അങ്ങനെ 4 ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ് ഒരു സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രോഗ്രസ് കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5924 പ്രൊജക്ട് എന്താണ് ടെൻഡേഴ്സ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയും 70 സിറ്റീസ് ഏറെക്കുറെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള സിറ്റീസ് എന്താണ് ഇപ്പോഴും അണ്ടർ ഡെവലപ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രോഗ്രസ്സുകൾ അല്ലെങ്കിൽ എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള ഗ്രീൻ ബിൽഡിങ്സും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം എത്രത്തോളം മീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കൊരു 2023 കഴിഞ്ഞാൽ മാത്രമാണ് പറയാം. ഇത് കാരണം ചില റൈസിംഗ് ആയിട്ടുള്ള എയർ പൊല്യൂഷൻസും കാര്യങ്ങളും റോഡ് കൺജഷനും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന അർബനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാസ്റ്റ് സെൻസസ് ആണ്. GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് കാസ്റ്റ് സെൻസസ്. ഈ അവിടെ ബീഹാറിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാസ്റ്റ് ബേസ്ഡ് എക്സസൈസ് ഉണ്ട്. അവരത് കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അതിന് പ്രകാരം റീസെന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്റർ അതുപോലെ തന്നെ ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ ഒക്കെ കൂടി നടന്ന മീറ്റിംഗിൽ ഈ പറയുന്ന കാസ്റ്റ് സെൻസസിനെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈവൻ സെൻട്രൽ ഗവൺമെന്റ് എന്താണ് ഈ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി എന്താണ് ഈ ഒരു ഇഷ്യൂ എന്ന് നോക്കാം. സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് അല്ലെങ്കിൽ SCCCയുടെ 2011 റിപ്പോർട്ട് അൺയൂസബിൾ ആണ് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ എന്നാണ് പറയുന്നത്. പക്ഷേ 2016 രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ അതിലെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കൂടിയിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ റൂറൽ ഡെവലപ്മെന്റും ചേർന്നിട്ട് അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 98.87% ഡാറ്റയും എന്താണ് ഇൻഡിവിജ്വൽ കാസ്റ്റ് ആൻഡ് റിലീജിയൻ വാസ് എറർ ഫ്രീ. അതിൽ വലിയ കാര്യമായിട്ടുള്ള തെറ്റുകളൊന്നും ഇല്ല എന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ അൺയൂസബിൾ ആയിട്ട് ആണ് എന്ന് ഗവൺമെന്റ് പറയുന്നത്? ഗവൺമെന്റ് പറയുന്നത് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം കാസ്റ്റുകളുടെ സർവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1931 ഏകദേശം 4147 കാസ്റ്റുകളാണ് ഉണ്ടായത്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 46 ലക്ഷം ഡിഫറെന്റ് കാസ്റ്റസ് ആണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ എന്താണ് കാസ്റ്റസ് ബൈഫർക്കേറ്റ് ചെയ്തിട്ടുണ്ടാവാം സബ് കാസ്റ്റുകളായിട്ട്. അതുപോലെ തന്നെ അവർ ഒരു ഹയർ എക്സ്പോണൻഷ്യൽ റേറ്റിലേക്ക് കൂടിയിട്ടുണ്ടാകാം. പിന്നീട് വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എൻറ്റയർ എക്സസൈസ് കറപ്റ്റഡ് ആണ് എന്ന് പറയുന്നത്. കാരണം പല കാസ്റ്റസിനും നെയിം കൊടുക്കുമ്പോൾ സ്പെല്ലിങ്സിൽ ഭയങ്കര വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്ന പല ആൾക്കാർ അവരുടെ കാസ്റ്റ് രേഖപ്പെടുത്താൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ അൺയൂസബിൾ ആണ് എന്ന് ഗവൺമെന്റ് പറയുന്നത്. ഇനി കാസ്റ്റ് ഡീറ്റെയിൽസ് എത്രത്തോളം കളക്ട് ചെയ്തതാണ്? SC/STയുടെ ഡീറ്റെയിൽസ് ഒരുവിധമെല്ലാം കറക്റ്റ് ആയിട്ട് തന്നെയാണ് സെൻസസിൽ എടുത്തിരിക്കുന്നത്. അവരുടെ സെൽഫ് ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ആ ഒരു ഡാറ്റ സെലക്ഷൻ. പക്ഷേ ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷന്റെ ഇത് പ്രകാരം സ്റ്റേറ്റസ് എന്താണ്, അവരുടെ പോപ്പുലേഷൻ ഓഫ് ബാക്ക്വേർഡ് കാസ്റ്റസ് എന്താണ് പ്രോപ്പറായിട്ട് നമുക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. എന്താണ് ഈ പറയുന്ന അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഈ കാസ്റ്റ് ഡാറ്റ പബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാ സെൻസസും ഇൻഡിപെൻഡന്റിന് ശേഷം 1951 തൊട്ട് 2011 വരെയുള്ള ഈ സെൻസസുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആ 2 കാസ്റ്റുകളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാസ്റ്റുകൾ കാര്യങ്ങൾ ഈ പറയുന്ന സെൻസസ് 1931 ശേഷമുള്ള സെൻസസിൽ ഒന്നും തന്നെ പ്രോപ്പറായിട്ട് പ്രതിപാദിച്ചിട്ടില്ല. SCCC 2011 അല്ലെങ്കിൽ സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് ഓഫ് 2011 ആണ് ഒരു മേജർ ആയിട്ട് ഈ പറയുന്ന സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് വേരിയസ് കമ്മ്യൂണിറ്റീസിനെ പറ്റി പഠിക്കാൻ സഹായിച്ചത്. അതിന് 2 കമ്പോണൻസ് ആണ്. ഒന്ന് എന്ന് പറയുന്നത് റൂറൽ ആൻഡ് അർബൻ ഹൗസ് ഹോൾഡുകളിൽ ഉള്ള വ്യത്യാസങ്ങൾ, അവർ പ്രീസെറ്റ് ആയിട്ട് കുറെ പാരാമീറ്റേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കാസ്റ്റ് സെൻസസ് ആണ്. ഇതിലെ പ്രീസെറ്റ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് അർബൻ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ റൂറൽ ആ ഒരു കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു റിസൾട്ടും തീർച്ചയായിട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ കാസ്റ്റ് ഡാറ്റ ഇപ്പോഴും എന്താണ് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് ലിസ്റ്റ് ആണ്. എന്താണ് നെഗറ്റീവ് ലിസ്റ്റ് എന്ന് നോക്കാം. GS പേപ്പർ 2 ഗവൺമെന്റ് പോളിസീസ് ആൻഡ് ഇന്റർവെൻഷൻസിന്റെ പാർട്ടായിട്ട് വരുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ നെഗറ്റീവ് ലിസ്റ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റ് എന്ന് വേണമെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാം. ഇപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് ഈ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റിൽ എന്താണ് കുറച്ച് പോളിസീസിൽ ചേഞ്ചസ് കൊണ്ടുവന്ന ചേഞ്ചസ് ഇതൊക്കെയാണ്. ഒന്ന്, ആംഡ് ഫോഴ്സസിന് ഇപ്പൊ എന്താണ് ഡിഫൻസ് എക്യുപ്മെന്റിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് ചില സെർട്ടൻ സർക്കംസ്റ്റാൻസസിൽ എന്താണ് ഇവർക്ക് ഈവൻ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റിലാണെങ്കിൽ പോലും ചില ഫിഗേഴ്സിൽ അവർക്ക്
ചില പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിന് ആർമഡ് ഫോഴ്സസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്വയർമെന്റ് ഉണ്ടെന്ന് വിചാരിക്കും. അത് നമുക്ക് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് അപ്പൊ തന്നെ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, സേഫ്റ്റി ഓഫ് സോൾജേഴ്സിന്റെ സ്റ്റേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന ഇൻഡിജിനസ് പ്രൊഡക്റ്റിനെ മാറ്റി നമുക്ക് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരവും കൂടിയുണ്ട്. മൂന്നാമത് പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ള ലിസ്റ്റിലെ കാര്യങ്ങൾ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനും ഈ പറഞ്ഞ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റാനുമുള്ള ഒരു റൈറ്റ് കൂടി ഈ പുതിയ പോളിസിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റ് പോളിസി അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡിജിനൈസേഷൻ ലിസ്റ്റ് എന്ന് പറയുന്നത്? ഓഗസ്റ്റ് 2020 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒന്നാണ്. ആർമഡ് ഫോഴ്സസ് ലൈക്ക് ആർമി, നേവി, എയർഫോഴ്സ് ഇവർക്ക് എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരുപാട് കാര്യം ഡൊമസ്റ്റിക് മാനുഫാക്ചേഴ്സിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണത്. ഈ പോളിസിയുടെ നീഡ് എന്ന് പറയുന്നത് സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു സ്റ്റഡിയിൽ നിന്നും മനസ്സിലായത് ലോകത്ത് തന്നെ ഈ പറഞ്ഞ ആർമഡ് കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിൽ സെക്കൻഡ് റാങ്കിങ്ങിൽ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യ. അപ്പോൾ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഐറ്റംസിന്റെ മുകളിൽ, ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടഡ് ഐറ്റംസിന്റെ മുകളിലുള്ള ഡിപ്പെൻഡൻസ് കുറയ്ക്കാം. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം, അവരുടെ മാനുഫാക്ചറിങ് കാര്യങ്ങൾ, ഫോഴ്സസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്ത് ഒന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി. അപ്പൊ അത്തരം രീതിയിൽ രണ്ട് ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റ് വന്നത്. അതായത് ആ ഇമ്പോർട്ട് ലിസ്റ്റിലുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല എന്നാണ് ജനറൽ. പക്ഷെ അതിൽ ചെറിയ ലൂപ്പ് ഹോൾസ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇപ്പൊ എന്താണ് അതൊന്നുകൂടി സുഗമമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ എന്താണ് നമ്മുടെ ലോക്കൽ ഡിഫൻസ് ഇൻഡസ്ട്രി ഒന്നുകൂടി നന്നാവും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇപ്പൊ ആകെ മൊത്തം നമ്മൾ ലിസ്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ ലിസ്റ്റും ഒക്കെ എഡീഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഏകദേശം 209 സംഭവങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം 4-pronged സ്ട്രാറ്റജി ഓൺ ശ്രീലങ്ക ക്രൈസിസ്, ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ GS പേപ്പർ 2 ഇന്ത്യ നൈബർഹുഡ് എന്നുള്ള ഒരു ടോപ്പിക്കിൽ വരുന്ന ഒരു കാര്യമാണ് 4-pronged സ്ട്രാറ്റജി എന്ന് പറയുന്നത്. റീസെന്റ് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക അഗ്രി ചെയ്തൊരു കാര്യമാണ് 4-pronged അപ്രോച്ച് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ശ്രീലങ്കയിലുള്ള എക്കണോമിക് ക്രൈസിസ് ലൈക്ക് ഫുഡ്, എനർജി സെക്യൂരിറ്റി ഇത്രയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അതിന്റെ മുകളിൽ ഇനീഷ്യേറ്റീവ്സിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണ് 4-pronged അപ്രോച്ച് എന്ന് പറയുന്നത്. ഈ ഒരു കൊല്ലത്തിന്റെ തുടക്കത്തിൽ തന്നെ ശ്രീലങ്ക അവരുടെ രാജ്യത്തിന് എക്കണോമിക് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഫുഡ് പ്രൈസസ് ഭയങ്കരമായിട്ട് കൂടുക, അതുപോലെ തന്നെ അവരുടെ കറൻസി ഭയങ്കരമായിട്ട് ഡിപ്രിഷിയേറ്റ് ചെയ്യാം, ഫോറക്സ് റിസർവിൽ ഒരുപാട് ഡിപ്ലീഷൻ സംഭവിക്കുക, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ശ്രീലങ്ക ഒരു എക്കണോമിക് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇനീഷ്യേറ്റീവിലുള്ള മെയിൻ ആയിട്ടുള്ള 4 പില്ലേഴ്സ് എന്താണ് നമുക്ക്? ഒന്ന് ലൈൻ ഓഫ് ക്രെഡിറ്റ്. ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ്, മെഡിസിൻ, ഫ്യൂവൽ അത്തരം പർച്ചേസസ് എന്താണ് ഇന്ത്യ ഗ്രാന്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി ആണ്. ബാങ്ക് അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെന്റിന് വേണ്ടിയിട്ട് എന്താണ് ഒരു മാക്സിമം ലോൺ എമൗണ്ട് വരെ കൊടുക്കാൻ തയ്യാറാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ലൈൻ ഓഫ് ക്രെഡിറ്റ് എന്ന്. അപ്പൊ അങ്ങനെ ശ്രീലങ്കയ്ക്ക് വേണ്ടി ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റ് കൊടുക്കാൻ ആര് തയ്യാറാണ്? ഇന്ത്യ തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കറൻസി സ്വാപ്പ്. കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസിനെ ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ് കറൻസി സ്വാപ്പ് എന്ന് പറയുന്നത്. സ്വാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് എന്നാണ് മീനിങ്. അതായത് രണ്ട് കൺട്രീസ് തമ്മിൽ എക്സ്ചേഞ്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കറൻസീസ് കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ അഗ്രിമെന്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കൊണ്ടുവന്നിട്ട് അത്തരം കറൻസീസ് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ടേംസ് കണ്ടീഷൻസ് കൊണ്ടുവരും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മോഡേണൈസേഷൻ പ്രൊജക്ട് ആണ്. ഓൾറെഡി ഒരു ഏർലി മോഡേണൈസേഷൻ പ്രൊജക്ട് ഉണ്ടായിരുന്നു, ട്രിൻകോ ഓയിൽ ഫാംസ്. ഇന്ത്യ പല കാലങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്നു. വൺ ഓഫ് ദ ഡീപ്പസ്റ്റ് നാച്ചുറൽ ഹാർബേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ആക്ച്വലി ബ്രിട്ടീഷുകാരാണ് വേൾഡ് വാർ 2 സമയത്ത്. അപ്പൊ അത്തരം പ്രൊജക്ട് ട്രിൻകോമാലിലുള്ള പ്രൊജക്ട് കാര്യങ്ങളൊക്കെ എന്താണ് 2017 തൊട്ട് ഇങ്ങനെ ആടിയൊലഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് കുറച്ചുകൂടി കൂട്ടുന്നതാണ്. പക്ഷെ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാലും റീസെന്റ് ആയിട്ട് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഫിഷർമാന്റെ കേസിൽ കുറച്ച് കില്ലിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റ് ടെർമിനൽ പ്രൊജക്ട് 2021 മിനിസ്ട്രി ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രകാരം ശ്രീലങ്ക അത് ക്യാൻസൽ ചെയ്തു. ഇന്ത്യയും ജപ്പാനും കൂടിയിട്ട് ഒരു ഈസ്റ്റ് കോസ്റ്റ് ടെർമിനൽ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ ഒരു ക്യാൻസലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചൈനയുടെ ഇൻഫ്ലുവൻസ് ഈ ഒരു സമയത്ത് ശ്രീലങ്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൂടുതലാണ്. ശ്രീലങ്കയുടെ അകത്ത് തന്നെ ചൈനയാണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ലാർജസ്റ്റ് എക്സ്പോർട്ട് ഡെസ്റ്റിനേഷനും ഇത് തന്നെയാണ് ശ്രീലങ്ക തന്നെ.
പിന്നെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ ഒരു ചേഞ്ച്, അതായത് നമ്മുടെ തമിഴിൽ പീപ്പിളിനെയും കാര്യങ്ങളൊക്കെ എഫക്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചേഞ്ച് 13th അമെൻഡ്മെന്റ് എന്ന് പറഞ്ഞ ശ്രീലങ്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ ചേഞ്ച് കൊണ്ടുവന്നായിരുന്നു. അതിനെ ഇന്ത്യ ഓപ്പോസ് ചെയ്തിരുന്നു. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കാലത്തെ റിലേഷൻസ് വെച്ച് നോക്കുമ്പോൾ എന്താണ്, നമ്മൾ ടെററിസത്തിനെയും അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനും COVID-19 സമയത്തും ഒരുപാട് ജോയിന്റ് എക്സസൈസും ഒക്കെ ആയിട്ട് ഇന്ത്യ ശ്രീലങ്ക റിലേഷൻസ് ഇപ്പോഴും നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യത്തിലൂടെ നമുക്ക് കുറച്ചുകൂടി ശ്രീലങ്കനെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റീജിയണൽ പീസ് കാര്യങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുവന്ന് നല്ല റോളുകൾ ഇന്ത്യക്ക് ഇനിയും അവിടെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായത്. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. താങ്ക് യു ഓൾ ഓഫ് യു.